എല്ലാവർക്കും ഒരു ജോർവാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേ. നമ്മൾ ഇന്ന് രാവിലെ വടക്കഞ്ചേരിയിൽ നിന്ന് നേരെ വന്നത് നെന്മാറ പെറ്റ്സ് പാർക്ക്. നല്ല ഗൂഗിളിലൊക്കെ റിവ്യൂ ഉള്ള ഒരു പെറ്റ്സ് പാർക്കാണ്. കുറേ കുട്ടികളുണ്ട് നമ്മുടെ കൂടെ, അവർക്ക് എൻജോയ്മെൻ്റ് ആവുമെന്ന് വിചാരിച്ചു. കുറച്ച് എക്സോട്ടിക് പെറ്റ്സ് ഒക്കെ ഉണ്ട് എന്നാണ് കേട്ടത്. 150 രൂപയാണ് എൻട്രി ഫീസ്. ഹോഴ്സ് റൈഡ് ഉണ്ട്, 50 റുപ്പീസാണ് ഹോഴ്സ് റൈഡ്, എക്സ്ട്രാ ആണ്. അതൊക്കെ വെച്ചിട്ടാണ് ഈ നെന്മാറ പെറ്റ്സ് പാർക്ക്. ഇത് ഇച്ചിരി നെന്മാറ നമ്മുടെ അവിറ്റീസിൻ്റെ അടുത്ത് നിന്ന് ഇച്ചിരി അകത്തോട്ട് വന്നാൽ മതി അല്ലേ? ഇവിടെ ഫുള്ള് മൃഗങ്ങളുടെ അല്ലെ പക്ഷികളുടെ കരച്ചിൽ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളാണ്. Do not touch the animals, okay? ആദ്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു പെറ്റ് ഡോഗിന്റെ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കുക അല്ലേ? അനക്കൊണ്ടോ? ഇതിന്റെ ഉള്ളിലുണ്ടോ? അനക്കൊണ്ടോ? ഇതാ ഓ, ഇതാ മറ്റേ സാധനം. ഓ, ഇവിടെ അനക്കൊണ്ടാ. വെക്കേ അതിനെ കൊണ്ട് അടിയുണ്ടാക്കി കിട്ടിയപ്പോ നിനക്ക് സമാധാനമല്ലോ. ഹായ്, എന്നാടാ ചക്കര, എന്നാടാ പേര പോയിട്ട് എനിക്കിലേക്ക് എടുത്തു. തൊട്ടി വാളിനെ പഞ്ചാടി 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 നിന്നെ ചീത്ത വിളിക്കുന്നത്. അയ്യോ വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് പണിയാ. പാമ്പ നടക്കൂല. ഒരുമാതിരി പെൻഗ്വിൻ നിൽക്കുന്ന പോലെ അല്ലേ? ഡേയ്, ഈ ആമയുടെ അത്ര വലിപ്പം വരും മറ്റേ ആമ. ഇത് ആരുടെ മുകളിലിരിക്കുന്ന അമ്മൂറ്റി? ആമയുടെ മുകളിലാണോ?
നെന്മാറ പെറ്റ് പാർക്ക് നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ലൊരു പെറ്റ് പാർക്കായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇനി അടുത്ത സ്റ്റോപ്പ് ചാവക്കാട് മറൈൻ വേൾഡ്. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു അമ്മയും മോനും നടത്തുന്ന ഒരു കുഞ്ഞ് കരിക്കട കയറി. അവർക്ക് സ്പീഡ് ഭയങ്കര കുറവ്. എന്നിട്ട് നമ്മളെ പേരപ്പന്മാരൊക്കെ പറഞ്ഞു ഓക്കെ നമ്മൾ ചെയ്തോളാം. എന്നിട്ട് അവരാണിപ്പോൾ കരിക്ക് വെട്ടുന്നതും നമുക്ക് തരുന്നതും. ഉണ്ണിപ്പേരപ്പാ, ഞാൻ ആതിരപ്പള്ളി ഒരു കടയിടട്ടെ, നമുക്ക് 50-50 ആക്കാം. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. അങ്ങനെ ഇന്ന് നമ്മൾ ലഞ്ച് അക്ഷയെന്ന് കഴിച്ചു. എന്നിട്ട് എല്ലാവരും കയറുക. വേറെ പോവാ. അപ്പോൾ നമ്മൾ മറൈൻ വേൾഡിലെത്തി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അനുചേട്ടനും പില്ലർ സെറ്റും പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, പില്ലർ സെറ്റിന് അവിടെ അവരുടെ ഹൈറ്റൊക്കെ നോക്കണം. കാരണം അവിടെ ജനറൽ പബ്ലിക്കിന്, സാധാരണ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 400 രൂപയാണ് ചാർജ്. സീനിയർ സിറ്റിസൺ 60 വയസ്സിൻ്റെ മുകളിലെ സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ 350 രൂപ. പിന്നെ 95 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള കുട്ടികൾക്ക് 280 രൂപയും 95 സെൻറ്റിമീറ്ററിൻ്റെ താഴെയാണ് ഹൈറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ എൻട്രി ആണ്. ഇത് അടിപൊളിയാട്ടാ. ഈ മീൻ ഇവിടെ കണ്ടു. ഞാനിങ്ങനെ നോക്കുമ്പോൾ മീനൊന്നുമില്ല. എന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോഴേക്ക് ഈ സാധനം ഇവിടെ എന്താടി ഉണ്ടോ? അതൊരു വാ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ഓടേണ്ടി വരും കേട്ടാ. അമ്പട്ടൻ കൊള്ളാലോ. ഇത് കാണാനും നല്ല രസമാണ് കേട്ടോ. ഇതെനിക്കൊന്ന് മെയിലും ഫീമെയിലും ആയിരിക്കണം. അതിൻ്റെ ഇടയിലൊരു മത്സ്യകന്യകയുള്ളൂ. ആയിക്കൊള്ളാട്ടോ. ക്യൂട്ടാണല്ലോ. ഇത് താഴെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെരുപ്പ് കയ്യിലുണ്ട്. അരാപ്പൊന്നും വേണം. നമ്മൾ അരാപ്പയ്മേനെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുക. ഇവിടെ ഒരു മീനിന്റെ പേര് കണ്ടായിരുന്നോ? നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഫിഷ് പാണ്ട്. റെയിൻ ഫോറസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ ശരിക്കും നമ്മുടെ അണ്ടർ വാട്ടർ വേൾഡ്. ഇതാ ഭയങ്കര നീളൂല മീൻ. ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ടായിരുന്നു. ഇതൊരു ഒറിജിനൽ ഇതിന്റെ ഇടയിലേ പോകുന്നു. മീനിന്റെ ഇടയിൽ ഇതാരാപ്പയ്മ അതിന് തോണ്ടുന്നുണ്ടായിരുന്നു മറ്റേ ചങ്ങായി. ആ വിളിക്കുന്നു. എടാ ചെരുപ്പ് അതിലിടല്ലടാ. അവൻ ചെരുപ്പ് ആദ്യം വിട്ടു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആ മറൈൻ വേൾഡിന് തൊട്ടടുത്തുള്ള ബീച്ച്. നല്ല ബീച്ചാന്ന് തോന്നുന്നു. ഞാനും വരാം. അതാ പട്ടം പറക്കുന്നുണ്ട് ബീച്ചിൽ. പ്രകാശ് ചേട്ടാ, ഇത് വിമാനം പോകുന്ന പോലെ അത്ര എളുപ്പമല്ല. അല്ല, പ്രകാശ് ചേട്ടൻ വിചാരിച്ച് റാഫേലൊക്കെ പോകുന്ന പോലെ ഇത് പോവുമായിരിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഇപ്രാവശ്യത്തെ നമ്മുടെ ഫാമിലി ടൂറ്. 2 ദിവസമായി അടിച്ചു പൊളിച്ചു. ഇന്നും രാവിലെ പെറ്റ്സ് പാരഡൈസ് പോയി, അല്ല പെറ്റ് പാർക്കിൽ പോയി. പിന്നെ അക്വേറിയം, ഇവിടെ ചാവക്കാടുള്ള അക്വേറിയം, അത് അത്യാവശ്യം നല്ലതായിരുന്നു. എന്നിട്ട് അതിന്റെ അടുത്തുള്ള ബീച്ച്, ആ ബീച്ചില് കുറെ കളിച്ചു, നനഞ്ഞു, മൊത്തം നനഞ്ഞിരിക്കുക. അപ്പോ അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരെയും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു ജോറ് ബാർ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.